എല്ലാവർക്കും നമസ്കാരം. നമ്മൾ എ ഐയുടെ ഉപയോഗം ലോകമെമ്പാടും വ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കോസ്റ്റ് അക്കൗണ്ടൻസിന് എത്രമാത്രം ആവശ്യം വരുന്നത് നമുക്ക് നോക്കാം. എ ഐ കോർ അസിസ്റ്റൻസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഡേറ്റ വിശകലനം ചെയ്യുന്നതിന്, റിപ്പോർട്ടിങ്ങിനും തീരുമാനത്തിന് സഹായപ്പെടാനൊക്കെ ആയിട്ട് ChatGPT എൻ്റർപ്രൈസസ് എന്ന് പറഞ്ഞ ഇതുണ്ട്. അപ്പോൾ ഒരു സാമ്പത്തിക വിശകലനം, റിപ്പോർട്ടിംഗ്, കോസ്റ്റിംഗ്, അതിൻ്റെ ലോജിക്കൊക്കെയാണ്. അപ്പോൾ ഈ മുതലായ നമുക്ക് പല എ ഐ ടൂൾസുകളുമുണ്ട്. അപ്പോൾ ഈ ടൂൾസുകൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ജോലി ഏതാണ്ട് 80% റൊട്ടീൻ വർക്കും നമുക്ക് എ ഐയെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ 20% കോർ വർക്കുകൾ മാത്രം കോസ്റ്റ് അക്കൗണ്ടുകൾക്ക് നന്നായിട്ട് ചെയ്യാനായിട്ടും അതിനെ വളരെ എഫിഷ്യൻ്റായിട്ട് നിർവഹിക്കാനായിട്ടും കഴിയും. അപ്പോൾ ഇതിൽ പലതിലും നമുക്ക് ERPയും എക്സലും ഒക്കെ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാനും അതിനുള്ള API സിസ്റ്റംസും എല്ലാം സംയോജിച്ചിട്ടുള്ള പ്രത്യേകതയാണ്. ഏതൊക്കെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? അപ്പോൾ ക്ലോഡ് AI സാധാരണഗതിയിൽ ലോങ് ഡോക്യുമെൻറ്റ്സ് ഒക്കെ പലപ്പോഴും നമുക്ക് ദീർഘമായ ഡോക്യുമെൻറ്റ്സ് വിശകലനം ചെയ്യാനായിട്ട് വളരെ പ്രത്യേകമാണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യാനായിട്ട് പോകുന്നത് കോസ്റ്റ് അക്കൗണ്ടൻസിനും ചാർട്ടേഡ് അക്കൗണ്ടൻസിനും കമ്പനി സെക്രട്ടറീസിനും ലോയേഴ്സിനും ഉപയോഗിക്കാൻ പറ്റിയ AI ചില എഞ്ചിനീയറിംഗ് കോളേജുകളിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് എക്സ്പെർട്ടുകളുടെയൊക്കെ സഹായത്തോടു കൂടി അവരെ പഠിപ്പിക്കുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ഡിജിറ്റൽ ലിറ്ററസി തന്നെ ഈ കാലഘട്ടത്തിന് വേണ്ടി വരും. ഇതുകൂടെ നമ്മളിപ്പോൾ ഈ ഗൂഗിൾ ജെമിനി വളരെ വൈഡായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഷീറ്റ്സൊക്കെ നമുക്ക് വർക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ കോസ്റ്റിംഗ് മോഡലുകളൊക്കെ വർക്ക് ചെയ്യാനായിട്ട് പഴയതുപോലല്ല 80% അല്ല 95% വർക്കുകൾ നമുക്ക് ഇതിൽ കൂടെ ചെയ്തെടുക്കാനായിട്ട് വളരെ ഉപകാരപ്രദമാണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇത് നിങ്ങൾ മൊത്തമായിട്ട് കണ്ടതിന് ശേഷം, ഇല്ലെങ്കിൽ യാത്ര പോകുമ്പോൾ ഇത് കാറിലിട്ടുണ്ട് കേട്ടുകൊണ്ട് പോകാം, ഏതൊക്കെ ഇതിനൊക്കെയാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു ഓവർവ്യൂ കിട്ടാനായിട്ട്. എന്നിട്ട് നമ്മൾ ജനറലി ഉപയോഗിക്കുന്നത് പഠിക്കാനായിട്ട് നമ്മളിതിനകത്ത് വന്നു കഴിഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റ് കോപൈലറ്റ് വളരെ വിശാലമായിട്ട് ആൾക്കാർ യൂണിവേഴ്സലായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. എക്സലിലൊക്കെ നമുക്ക് കോസ്റ്റിംഗ് മോഡൽസ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ഇതിൻ്റെ കൂട്ടത്തിലൊരു ഒരു ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൈകിട്ട് 8:30 മുതൽ രാത്രി 10 മണി വരെയാണ്, കുറച്ച് ദിവസങ്ങൾ അടുപ്പിച്ച്. അപ്പോൾ ഇതിനകത്ത് കോസ്റ്റ് അക്കൗണ്ടൻസിനും ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവർക്കിത് പഠിപ്പിക്കാൻ പറ്റുന്ന ആൾക്കാർ എൻജിനീയറിംഗ് ടീമുമായിട്ടൊന്ന് ഇത് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ നമുക്കൊരു നല്ല സർവീസ്, എന്നാൽ വളരെ അഫോർഡബിൾ ഇതിനകത്ത് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് മൊത്തം ഒന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്തതിന് ശേഷം മറ്റ് നിങ്ങളുടെ പ്രൊഫഷണൽ ഫ്രട്ടേണിറ്റിയിലുള്ള ആൾക്കാർക്കും കൂടി ഇത് കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ നോഷൻ AI നമുക്ക് ഒരുപാട് പ്രയോജനങ്ങളുള്ള SOP ആയിട്ട് സ്റ്റാൻഡേർഡൈസ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ ഇതേപോലുള്ള നമുക്ക് വർക്ക് ചെയ്യാനായിട്ടൊക്കെ. അപ്പോൾ ഞാൻ ബേസിക്കലി ഇപ്പോൾ ഒരുപാട് ട്രെയിനിങ് എടുക്കുന്ന ആളാണ്, ഒരുപാട് വർഷങ്ങളായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനൊക്കെ ഉപരിയായിട്ട് ഞാൻ കേരള ഹൈക്കോടതിയിലൊരു അഡ്വക്കേറ്റും കൂടിയാണ്. അപ്പം ഞാനാണിപ്പം ഒരു അഡ്വക്കേറ്റ്സിന് കുറച്ച് പേർക്ക് ഒരു ടീമിനായിട്ട് എന്തായാലും ഇത് പറഞ്ഞു കൊടുക്കാനായിട്ട് വേണം. അപ്പോഴാണ് എനിക്കൊരു സെക്കൻഡ് തോട്ട് വന്നത്, എന്നാൽ പിന്നെ ചാർട്ടേഡ് അക്കൗണ്ടൻസിനും കോസ്റ്റ് അക്കൗണ്ടൻസിനും കമ്പനി സെക്രട്ടറീസിനും കൂടെ ഇത് എന്തായാലും എഞ്ചിനീയറിംഗ് കോളേജിലെയും അതുപോലെ എക്സ്പെർട്സിനെയൊക്കെ നമ്മൾ ഇതിനകത്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഓൾറെഡി ചെയ്ത് പരിചയമുള്ള ആൾക്കാർ, ഉപയോഗിക്കുന്ന ആൾക്കാർ ഇതിനകത്തുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടെ പഠിപ്പിച്ച് കിട്ടാനായിട്ട്, അപ്പം തീർച്ചയായിട്ടും ഇതുമായിട്ടൊരു സിനർജി വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പ്രധാനമായിട്ടും നമുക്കിത് ഒരു കോസ്റ്റ് പ്ലാനിങ് ഫോർമാറ്റൊക്കെ തയ്യാറാക്കാനായിട്ട് ഈ പ്ലാൻഫുൾ എന്ന് പറഞ്ഞൊരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. ബഡ്ജറ്റിങ് ചെയ്യാനായിട്ട് ഒക്കെ നമുക്കത് വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ AI കാലമായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഇപ്പോൾ ഒരു ലോകത്ത് ഏറ്റവും കൂടുതലായിട്ട് ഈ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന, വർക്ക് ഗ്രാബ് ചെയ്യുന്ന ഒരു 1500ഓളം AI ആണ്. കോസ്റ്റ് അക്കൗണ്ടൻസിന് ഉപയോഗിക്കാൻ പറ്റുന്ന കുറേ എണ്ണമുണ്ട്. അനാപ്ലാൻ എന്ന് പറയുന്ന ഇതുണ്ട്. അനാപ്ലാനകത്ത് വലിയ സ്ഥാപനങ്ങൾക്ക് ഒരു എൻ്റർപ്രൈസസ് ലെവൽ കോസ്റ്റ് മോഡലിംഗ് നടത്താനായിട്ട്, നിർമ്മാണ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്ക്, വിവിധ ബിസിനസ്സുകൾക്ക് വിവിധ യൂണിറ്റുകളൊക്കെ ആയിട്ട് ഏകോപിപ്പിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. അതേപോലെ തന്നെ വർക്ക് ഡേ അഡാപ്റ്റീവ് പ്ലാനിങ് എന്ന് പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്. വർക്ക് ഡേ അഡാപ്റ്റീവ് പ്ലാനിങ് ഈ പറഞ്ഞൊരു
റിയൽ ടൈം കോസ്റ്റ് ട്രാക്കിംഗ് നമുക്ക് ചെയ്തുകൊണ്ട് വർക്ക് ഫോഴ്സിൻ്റെ കോസ്റ്റിംഗ് ഒക്കെ ചെയ്തുകൊണ്ട് ജീവനക്കാരുടെ മൊത്തം ചിലവ്, ഓപ്പറേഷൻസിൻ്റെ ചിലവ്, അപ്പം ഡൈനാമിക് പ്ലാനിങ്. ഇപ്പം ഞാനിപ്പോൾ ഒരു കാര്യം ഇവിടെ കണ്ടത്, ഞാൻ റിയൽ എസ്റ്റേറ്റിൽ വലിയൊരു ബുക്ക് എഴുതിയിട്ടുണ്ട്, ആമസോണിൽ കിട്ടും. ഞാൻ അതിനകത്തൊരു പഠനം നടത്തിയപ്പോൾ കണ്ടൊരു കാര്യം, കേരളത്തിലെ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് പ്രോജക്റ്റ് നഷ്ടത്തിലാണ് പോകുന്നത്, ഒരുപാട് പ്രോജക്റ്റുകൾ. ഞാൻ അതിൻ്റെ കാരണത്തെക്കുറിച്ച് അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മനസ്സിലായത്, ഈ പല ആൾക്കാരും ഒരു കോസ്റ്റ് അക്കൗണ്ടൻറ്റിൻ്റെ ഹെൽപ്പ് നേരത്തെ എടുത്തിട്ടില്ല. ഈ പ്രൈസിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും കോമ്പറ്റീറ്റീവായിട്ട് മറ്റുള്ള ബിൽഡേഴ്സുമായിട്ട് കോമ്പീറ്റ് ചെയ്ത് അവരൊക്കെ പ്രൈസ് അങ്ങ് പ്രഖ്യാപിക്കുകയാണ്. അവസാനം ഇത് എല്ലാം വിറ്റ് പോയി കഴിയുമ്പോഴത്തേക്കാണ് ഇവർ മൈനസ് ആണെന്നുള്ളത് അവരറിയുന്നില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള സത്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഇനി പറയുന്ന ഒരു ഒറക്കൽ നമുക്കൊരു EPM ഒരു ക്ലൗഡ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നൊരു സംഭവമുണ്ട്. അതും ഈ പറഞ്ഞ പോലെ വളരെ വൈഡായിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ ഇത് ഓരോ ദിവസവും ഇതിന് മെഷീൻ ലേണിംഗ് നടന്ന് പുതിയ പുതിയ കാര്യങ്ങൾ ആ ഇൻഡസ്ട്രിയിൽ നിന്നും പഠിച്ച് അതാത് സമയത്ത് അവർ വീണ്ടും വീണ്ടും സർവീസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ എടുക്കുന്ന സാധനം അല്ലത് 2 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഉപയോഗിക്കാൻ പോകുന്ന AI. അപ്പോൾ നമുക്ക് സാപ്പിൻ്റെ അനലറ്റിക്സ് ഉണ്ട്, ക്ലൗഡ് സാപ്പ് ഉപയോഗിച്ച് ചെയ്യാവുന്നത്. ക്ലൗഡിൻ്റെ സാപ്പിൻ്റെ ERP ഉണ്ട്, അപ്പം വളരെ ആഴത്തിലായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന. അപ്പം സാപ്പിൻ്റെ അത്രയും കോസ്റ്റ് ഇല്ലാതെ ഉപയോഗിക്കാൻ പറ്റുന്ന വേറെ അനേകം മോഡലുകളുണ്ട്. പിന്നെ നമ്മുടെ ക്ലയൻറ്റ് വളരെ സ്ട്രോങ് ആണെങ്കിൽ നമുക്ക് എന്തും ഉപയോഗിക്കാനായിട്ട് പറ്റുമല്ലോ. ഓക്കെ, അപ്പോൾ ഈ പ്രൊഫഷണൽ മേഖലയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന, ഇപ്പോൾ പിഗ്മെൻ്റ് എന്ന് പറയുന്ന ഒരു പിഗ്മെൻ്റ് സിനാരിയോ പ്ലാനിങ്, കോസ്റ്റ് ഫോർകാസ്റ്റിംഗ് നമുക്ക് ഒരുപാട് ഉപയോഗപ്രദമാണ്. അപ്പോൾ ഇത് എല്ലാം കൂടെ പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ താരതമ്യം ചെയ്തതെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് ഏറ്റവും പേഴ്സ് അംഗീകരിക്കുന്നതും ഏറ്റവും കൃത്യമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുന്ന വെൽ നോൺ ആയിട്ടുള്ള ഏരിയയിൽ നമുക്കൊരു 6-7 ഏരിയയിലാണ് നമ്മൾ കൂടുതൽ പഠിക്കേണ്ടി വരിക. ഇപ്പോൾ ഞാൻ പല പേരുകൾ പറയുന്നെങ്കിലും ഈ ഡ്രൈവ് ട്രെയിൻ എന്ന് പറയുന്ന ഒരിതുണ്ട്. അപ്പോൾ ഒരു KPI അടിസ്ഥാനത്തിലുള്ള ഒരു കോസ്റ്റ് ഓപ്റ്റിമൈസേഷൻ നൽകുന്ന, അപ്പോൾ കമ്പനികളുടെ ഘടനകൾ പോലും സൂചനയിൽ നമുക്ക് ലഭിക്കുന്ന പല മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സഹായിക്കുന്ന, ഇപ്പോൾ ഡാറ്റയെ ആധാരമാക്കി പ്രവർത്തിക്കുന്ന ഒരു AI ആണ്. അപ്പോൾ അതുപോലെ തന്നെ അബാക്കം ഒരു വളരെ റിയൽ ടൈം ഇൻസൈറ്റ് ഓട്ടോമേഷനാണ് ചെയ്യുന്നത്. ഇതും നമുക്ക് സാമ്പത്തിക വിവരങ്ങൾ അപ്പം തന്നെ ലഭ്യമാക്കാനായിട്ട് പറ്റി, പിന്നീടല്ല നേരത്തെ തന്നെ, വളരെ നേരത്തെ തന്നെ, തുടങ്ങുന്നതിന് മുമ്പ് തന്നെ പ്ലാൻ ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. ഇവിടുത്തെ നമ്മുടെ ഇപ്പോൾ ഇന്ത്യയിലെ കോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഭയങ്കരമായിട്ട് ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. ഈ വൺ സ്ട്രീം എന്ന് പറയുന്ന നന്നായിട്ട് ഉപയോഗിക്കുന്ന എൻഡ് ടു എൻഡ് കോസ്റ്റ് ആൻഡ് പെർഫോമൻസ് മാനേജ്മെൻറ്റ് ഉപയോഗിക്കുന്ന ഒരു ഇതുണ്ട്. അത് വളരെ നല്ല രീതിയിൽ ഒരുപാട് പേര് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്ന് മനസ്സിലാക്കിയതിന് ശേഷം ചില കാര്യങ്ങൾ ചിലത് നമ്മൾ പലതെടുത്ത് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് അവിടെ എഞ്ചിനീയറിംഗ് കോളേജിലെ പ്രൊഫസേഴ്സിൻ്റെയൊക്കെ ഹെൽത്ത് നമുക്ക് ആവശ്യമാണ്. പിന്നെ ഈ വേരിയൻസ് അനാലിസിസ്, കോസ്റ്റ് കൺട്രോൾ ഒക്കെ ആയിട്ട് ബ്ലാക്ക് ലൈൻ എന്ന് പറയുന്നത് ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ഉപയോഗിക്കാൻ പറ്റിയതാണ്. അപ്പോൾ നല്ലൊരു ടൂളാണ്, നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റിയത്. അപ്പോൾ പ്രൈസും വോളിയും ഒക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് എടുക്കാനായിട്ട് നമുക്ക് വളരെ ചുരുങ്ങിയ സമയത്തിനകത്ത് തന്നെ റിപ്പോർട്ടെല്ലാം എടുക്കും എന്നുള്ളതാണ്. ഇനി ഡാറ്റ റെയിൽസ് എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് ബഡ്ജറ്റിംഗ് ചെയ്യാനും കൺസോൾട്ടേറ്റ് ചെയ്യാനും വേരിയൻസസ് മനസ്സിലാക്കാനും അനാലിസിസ് ചെയ്യാനും എക്സലുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് കൂടെ ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. അപ്പോൾ ഈ വിവിധങ്ങളായിട്ട് പഠിച്ചു നോക്കിയിട്ട് നിങ്ങൾക്ക് ഏറ്റവും സ്യൂട്ടബിൾ ആകുന്നതും ജനറൽ ഇതും, ഇപ്പം എലൈഫ് എന്ന് പറയുന്ന നോ കോഡ് ഓട്ടോമേഷനാണ്, ഡാഷ്ബോർഡൊക്കെ നന്നായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. ഒരു കോസ്റ്റ് ഡാറ്റ വിഷ്വലൈസേഷൻ നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നത്. ന്യൂമറിക് എന്ന് പറയുന്നൊരു ടൂളുണ്ട്. ന്യൂമറിക് വളരെ ഫാസ്റ്റ് ക്ലോസ് പ്രോസസ്സാണ്. അനോമലി വല്ലതും വരുവാണെങ്കിൽ അപ്പം തന്നെ ഡിറ്റക്ഷൻ നടത്താനായിട്ട് പറ്റും, സാമ്പത്തിക പിഴവുകൾ കണ്ടെത്താനായിട്ടും അക്കൗണ്ടിങ് പ്രക്രിയ വളരെ വേഗത്തിലാക്കാനായിട്ടൊക്കെ നമുക്ക് പറ്റുന്ന ഒരു ഇതാണ്. ഫാദം ശരിക്കും പറഞ്ഞാൽ ലോയേഴ്സിനും ചാർട്ടേഡ് അക്കൗണ്ടൻസിനും കമ്പനി സെക്രട്ടറീസിനും കോസ്റ്റ് അക്കൗണ്ടൻസിനും ഉപയോഗിക്കാവുന്നതാണ്. KPI ബേസ്ഡാണ്, പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ കമ്പനിയുടെ ആരോഗ്യസ്ഥിതി നമുക്ക് ഡാഷ്ബോർഡിൽ കാണാനായിട്ട്, ഗ്രാഫിക്കലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി ഈ അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റിംഗ് ഓട്ടോമേഷനിൽ നമുക്ക് ഉപയോഗിക്കാനായിട്ട്, ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ് ക്വിക്ക് ബുക്സിൻ്റെ അതിൻ്റെ AI ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ
പിന്നെ ഓട്ടോമേറ്റഡ് കോസ്റ്റ് അത് ക്ലാസിഫൈ ചെയ്ത് GST റെഡി വർക്ക് ഫ്ലോസ് ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു വളരെ അനുയോജ്യമായിട്ട് ചെയ്യാനാണ് ചിലവുകളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് എളുപ്പത്തിൽ പറ്റുന്നതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ഒരുപാട് ഇത് ഉപയോഗിക്കുന്നുണ്ട്. നമ്പർ ഓഫ് യൂസേഴ്സ്. പിന്നെ സോഹോ ബുക്സും ജനറലി ഇപ്പം നമ്മളൊക്കെ സ്ഥാപനത്തിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സോഹോ ബുക്സാണ്. അപ്പോൾ GST ഇന്ത്യക്ക് ചേരുന്ന രീതിയിലാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതാത് സമയത്ത് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും ചിലവുകൾ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ടും ആന്ത്രപ്രണർക്ക് എവിടെയെങ്കിലും ഇരുന്നാണെങ്കിലും പാസ്വേഡ് ഉപയോഗിച്ച് കയറി നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കാൻ ഡാഷ്ബോർഡ് ഇടയ്ക്കിടയ്ക്ക് നോക്കാനായിട്ടും എളുപ്പത്തിൽ പറ്റും. അപ്പോൾ അത് 1-2 ദിവസത്തെ ട്രെയിനിങ് ആന്ത്രപ്രണർക്ക് കിട്ടിയാൽ മതി. നമ്മുടെ ക്ലയൻറ്റിനെ ഓൺ ബോർഡ് ചെയ്യാനും ഇത് വളരെ വലുതാണ്, നല്ലതാണ്. നിങ്ങളിതിപ്പം ഓൾറെഡി നിങ്ങളിത് ഉപയോഗിക്കുന്ന ആൾക്കാരായിരിക്കും. ഇനി ടാലിയുടെ പ്രൈമിനെ കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ല. അതിപ്പം എല്ലാവരും ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ പുതിയ പുതിയ സംഭവങ്ങൾ ഒരുപാട് ക്രിയേറ്റീവായിട്ട് ഇത് ഏറ്റവും ജനപ്രിയമായ അക്കൗണ്ടിങ് സിസ്റ്റമാണ്. അപ്പോൾ AI സവിശേഷതകളോട് ചേർന്നതോടുകൂടി നമുക്ക് GST ഓഡിറ്റിങ്ങും അപ്പോൾ ഈ പറഞ്ഞ സമയത്ത് ഫയലിങ്ങും എല്ലാം നിർവഹിക്കാനായിട്ട് ചിലവ് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിലേത് വേണമെന്നുള്ളത് ഓരോരുത്തർക്കും ഇതാണ്, ഓരോരുത്തരുടെ ഒരു നിഷ് ഏരിയ അനുസരിച്ച് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും. ഇനി സിറോ എന്ന് പറയുന്നത്, സിറോയ്ക്കകത്ത് നമുക്ക് ഇത് ക്ലൗഡ് ബേസ്ഡ് ആണ്, അക്കൗണ്ടിങ് പ്ലാറ്റ്ഫോമാണ്, റിയൽ ടൈം നമുക്ക് ചിലവിനെ നിരീക്ഷിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ പല ബ്രാഞ്ചുകളൊക്കെ ഉള്ളിടത്ത് അതുപോലെ റിക്കൺസിലിയേഷനൊക്കെ വളരെ ഇതാണ് ചെറുകിട ബിസിനസ്സുകൾക്കൊക്കെ. അപ്പോൾ ഈ പലപ്പോഴും നമ്മൾ ഈ മാനേജ്മെൻറ്റ് കൺസൾട്ടിങ് കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഈ പല ബ്രാഞ്ചുകളൊക്കെ തമ്മിൽ കൂട്ടിയെടുക്കാനായിട്ട് നമ്മുടെ സമയം ഒരുപാട് പോകാറുണ്ടായിരുന്നു. അപ്പോൾ അതിന് നമുക്ക് സമയം കിട്ടുന്നില്ല. ഫ്രഷ് ബുക്സ് നല്ല ഒരിതാണ്, സേവന മേഖലയിൽ നല്ല രീതിയിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അപ്പം എനിക്കറിയാവുന്ന ആൾക്കാരത് ഉപയോഗിക്കുന്നതിൻ്റെ അടുത്ത് നല്ല ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അപ്പോൾ അത് ഒരു കൺസൾട്ടൻസിനും അത് ഫ്രീലാൻസേഴ്സിനും എല്ലാം അത് ഉപയോഗിക്കാൻ വളരെ പ്രയോജനകരമാണ്. പിന്നെ കടാന MRP കടാന നമുക്ക് ഈ പറഞ്ഞാൽ അതും ഒരു ഇൻവെൻട്രി ആൻഡ് പ്രൊഡക്ഷൻ കോസ്റ്റിംഗ് എന്നിവയായിട്ട് നമുക്ക് നിർമ്മാണ മേഖലയിൽ അതിന് വളരെ ചിലവ് നിയന്ത്രിക്കാനായിട്ട് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ചരിത്രങ്ങളുള്ളതാണ് പുറകോട്ട് ഈ ഓരോ ഡെവലപ്പ് ചെയ്ത് വന്നിരിക്കുന്നത്. ഓട് ഉപയോഗിക്കുന്ന ആൾക്കാർ, അപ്പോൾ അത് വളരെ സമഗ്രമായിട്ടുള്ളൊരു ബിസിനസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അതിനകത്തുണ്ട്. കോസ്റ്റിംഗ്, ഇൻവെൻറ്ററി, അതുപോലെ തന്നെ ബിൽ ഓഫ് മെറ്റീരിയൽസ്, വിവിധ ബിസിനസ് പ്രോസസ്സിങ്ങൾ നമ്മൾ ഏകോപിപ്പിച്ച് നടത്താനായിട്ട് വളരെ ലളിതവുമാണ്, വളരെ കസ്റ്റമൈസ് ചെയ്ത് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോം ബേസ്ഡാണ്. അതുപോലെ നെറ്റ്സ്യൂട്ട് വരുമ്പോഴത്തേക്കും അഡ്വാൻസ്ഡ് കോസ്റ്റ് അക്കൗണ്ടിങ്ങിന് വളരെ ERP സിസ്റ്റത്തിലാണെങ്കിലും നമുക്ക് അതുമായിട്ട് സംയോജിപ്പിച്ച് നമുക്ക് ചെയ്യാവുന്ന നല്ല സാമ്പത്തിക നിയന്ത്രണം, ഇൻവെൻറ്ററി നിയന്ത്രണത്തിനകത്തും ഓപ്പറേഷൻസിനകത്തൊക്കെ നമുക്ക് നല്ല മാറ്റം വരുത്താൻ പറ്റിയതാണ്. അതുപോലെ തന്നെ ഫിഷ് ബൗൾ ഇൻവെൻറ്ററി, അപ്പോൾ അതും ഈ പറഞ്ഞ വൈഡായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ AI കൂടെ ഇറങ്ങിയപ്പോഴത്തേക്കും അപ്പോൾ നിർമ്മാണ മേഖലയിലെ ചിലവ് നിയന്ത്രിക്കാനായിട്ട് വളരെ കോസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഡർ ട്രാക്കിങ് ഇതൊക്കെ വളരെ ലളിതമാക്കാനായിട്ട് കെട്ടിക്കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഇൻവെൻറ്ററി കെട്ടിക്കിടക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട്. പിന്നെ ഇൻഫോർ ക്ലൗഡ് സ്യൂട്ട്, അപ്പോൾ ഇത് നമുക്ക് ഈ പറഞ്ഞതുപോലെ വ്യവസായ മേഖലയിൽ കോസ്റ്റിംഗ് മേഖലയിൽ നമുക്ക് ആവശ്യങ്ങളനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവരവരുടെ ഇൻഡസ്ട്രിക്ക് ചേർന്ന രീതിയിൽ ഇതിനെ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ടെല്ലിയസ് വളരെ ഓട്ടോമേറ്റ് ചെയ്താൽ നമുക്ക് അനോമലി ഉണ്ട് അപ്പം തന്നെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് പറ്റിയ AI പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഡേറ്റയിൽ മറിഞ്ഞിരിക്കുന്ന ചിലവ് നമുക്ക് കണ്ടെത്താനായിട്ട് ഇത് വളരെ ഇതായിട്ട് പ്രെഡിക്റ്റീവ് അനലറ്റിക്സ് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. ഇത് നമുക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ പവർ BI വിത്ത് AI, അതിപ്പം മൈക്രോസോഫ്റ്റിൻ്റെ പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ജനറലി ഇപ്പോൾ ഇത് പഠിച്ചിരിക്കുന്ന കുട്ടികൾക്കൊക്കെ കൂടുതൽ, അപ്പോൾ ഈ പറഞ്ഞ കോസ്റ്റ് അക്കൗണ്ടിങ് പഠിച്ച ആൾക്കാർക്ക് ഇതിനകത്ത് ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ യൂസ് ചെയ്യുന്ന ടൂളും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റ് സാധ്യതയും വളരെ കൂടുതലുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ഈ ടാബ്ലോ ടാബ്ലോ നല്ലൊരു കോസ്റ്റ് വിഷ്വലൈസേഷനൊക്കെ ചെയ്യാൻ പറ്റുന്ന ഇതാണ്. അപ്പോൾ ഞാൻ പറയാനായിട്ട് തുടങ്ങിയതാണ്, ഇൻഡിപെൻഡൻ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് നിങ്ങളുടെ ക്ലയൻസിനെ കൂടെ ഇതൊരു നല്ല സിസ്റ്റത്തിലേക്ക് ഓൺബോർഡ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി വളരെ സുഗമമായിട്ടൊരു 90% ഹെഡേക്ക് നമുക്ക്
മാറ്റിയെടുക്കാനായിട്ട്. ലുക്കർ അതുപോലെ, ലുക്കറിനെ കുറിച്ച് നല്ല ഫീഡ്ബാക്കാണ് കേൾക്കുന്നത്. കോസ്റ്റ് ട്രെൻഡ് അനലിറ്റിക്സ് നമുക്ക് എടുക്കാനായിട്ട് പറ്റും. ഇപ്പോഴത്തെ ട്രെൻഡ് എന്താണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അപ്പോൾ ഗൂഗിളിൻ്റെ ക്ലൗഡിനോടൊപ്പം മികച്ച രീതിയിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ക്ലിക്ക് സെൻസ് എന്ന് പറയുന്നത് റിയൽ ടൈമായിട്ട് കോസ്റ്റ് ഇൻ്റലിജൻസ് നടത്താനായിട്ട് പറ്റുന്ന, ഡാറ്റ അസോസിയേഷൻ നടത്താൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മളിവിടുത്തെ ആവശ്യത്തിനകത്ത് നിങ്ങൾ പഠിക്കാൻ വരുന്നവരുണ്ടാകും, പഠിപ്പിക്കാൻ വരുന്നവരെ നമുക്ക് ആവശ്യമാണ്. എഞ്ചിനീയറിംഗ് കോളേജിലെ കക്ഷികളും ലോയുടെ ഫീൽഡിലും ഒക്കെയുള്ള ആൾക്കാർ ഇതിനകത്തുണ്ടാവും. മറ്റൊരു ഇത് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് എക്സ്പെൻസിഫൈ. അപ്പോൾ അതിനകത്ത് നമുക്ക് റെസീറ്റ് സ്കാൻ ചെയ്ത് അപ്പോൾ എക്സ്പെൻസ് ട്രാക്ക് ചെയ്തെടുക്കാനായിട്ട്, ജീവനക്കാരുടെ ചിലവ് റിപ്പോർട്ടുകളൊക്കെ ലളിതമാക്കി എടുക്കാനായിട്ട്, ഓട്ടോമേഷൻ ഉപയോഗിച്ച് സമയം ഒരുപാട് ലാഭിക്കാനായിട്ട് പറ്റും. പിന്നെ സാപ്പിൻ്റെ കോൺകർ എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പോൾ അത് പോളിസീസിനൊക്കെ കംപ്ലയിൻസ്, ഓഡിറ്റ്, റെഡി റിപ്പോർട്ടിങ് ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നു എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയ ഇന്ത്യക്ക് പറ്റുന്ന രീതിയിലാണ്. ഇന്ത്യക്ക് ഒരുവിധ വലിയ സ്ഥാപനങ്ങളൊക്കെ ആണെങ്കിൽ സോഹോ എക്സ്പെൻസസ് നല്ല ഒരു ഇതാണ്, വലിയ ചിലവുമില്ല അതിനകത്ത്. അപ്പോൾ ഇന്ത്യയിലെ SMEകൾ വളരെ കൂടുതലായിട്ട് വൈഡായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിൻ്റെ ഉപയോഗം എനിക്ക് തോന്നുന്നു കൂടിക്കൊണ്ടിരിക്കുകയാണ്. ചിലവ് എപ്പോഴും നമുക്ക് ട്രാക്ക് ചെയ്യാം, ആന്ത്രപ്രണർക്ക് ഇടയ്ക്കിടയ്ക്ക് കയറി നോക്കാം. സോഹോ ഈക്കോ സിസ്റ്റത്തിനകത്ത് ഒരുപാട് എണ്ണമുണ്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. സോഹോ ബുക്സും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ റാമ്പ് എന്ന് പറഞ്ഞത്, റാമ്പ് സ്പെൻഡ് ഓപ്റ്റിമൈസേഷൻ. അപ്പോൾ നമുക്ക് ചിലവുകൾ പല വിധത്തിൽ കുറയ്ക്കാനായിട്ടുള്ള, ചിലവുകൾ കുറയ്ക്കുകയും റവന്യൂ കൂട്ടാനുമായിട്ട് ഒരുപാട് നമുക്ക് നിയന്ത്രണവും സഹായങ്ങളും കിട്ടുന്ന ഒരിതാണ്. പിന്നെ ഡേറ്റ സ്നിപ്പർ എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അപ്പോൾ ഓഡിറ്റും കോസ്റ്റ് വെരിഫിക്കേഷൻ, ഓട്ടോമേഷൻ എന്നിത്യാദി കാര്യങ്ങളിലൊക്കെ. അപ്പോൾ ഇതിനകത്ത് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ഇതിനകത്തൊരു വാട്സപ്പ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നിങ്ങൾ ആദ്യം പഠിപ്പിക്കാൻ വരാനോ മറ്റ് AI പഠിച്ച് ഇതിനകത്ത് എക്സ്പെർട്ട് ആകാനോ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊഫഷണൽ ഫ്രട്ടേണിറ്റിയിലോട്ടുകൂടെ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നിങ്ങൾക്ക് ഇതിനകത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈവൻ നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി വേണ്ട ആൾക്കാർക്ക് പോലും അതുകൂടെ ചെയ്തുകൊണ്ട് പഠിക്കുന്നുണ്ട്. വലിയ കമ്പനികൾ പഠിപ്പിക്കുന്ന പോലല്ല, ഇൻട്രൊഡ്യൂസ് ചെയ്ത് വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ടാണ് നമ്മൾ സൂമിൽ ഇത് പഠിക്കുന്നത്. അപ്പോൾ ഈ നമ്പറിലേക്കൊന്ന് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു സൂം മീറ്റിങ്ങിൽ കൂടുതൽ കണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഈ കെൻഷോ എന്ന് പറഞ്ഞാൽ, അപ്പോൾ കെൻഷോ അഡ്വാൻസ്ഡ് ഫിനാൻഷ്യൽ മോഡലിംഗ് ആണ്. കോസ്റ്റ് ഫോർകാസ്റ്റ് ചെയ്യാനായിട്ട്, പ്രത്യേകിച്ച് വലിയ അപ്പോൾ ഡേറ്റ സെറ്റുകളിൽ നമുക്ക് കാര്യങ്ങൾ എടുത്തുകൊണ്ട് ചെയ്യാനായിട്ട്, കണ്ടെത്തി ഡേറ്റ മൈനിങ് നടത്തി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് വളരെ അനലറ്റിക്സും ഒക്കെ ആയിട്ട് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു മേഖലയാണ്. പിന്നെ അതുപോലെ തന്നെ പ്രോസ് പ്രൈസിങ് AI. അപ്പം അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് പ്രോസ് പ്രൈസിങ്ങിനകത്ത് ഡൈനാമിക് പ്രൈസ് ഉള്ളിടത്താണെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഓരോ ഇതിനും ഓരോ നിഷുണ്ട്, അത് നോക്കിയെടുക്കുമായിരിക്കും നല്ലത്. അപ്പോൾ എൻ്റർപ്രൈസസ് ലെവലാണ്. പിന്നെ മാർക്കറ്റിലെ ഡിമാൻഡ് അതനുസരിച്ച്, കസ്റ്റമർ ബിഹേവിയറൊക്കെ അനുസരിച്ച് നമുക്ക് അപ്പോൾ എയർലൈൻസ് പോലുള്ളവർക്കൊക്കെ പെട്ടെന്ന് എലാസ്റ്റിസിറ്റിയോട് കൂടിയുള്ള മോഡലിംഗ് നടപ്പിലാക്കുന്നതിന്, റീറ്റെയിലിങ്ങിൻ്റെ മേഖലയിലെ ലാഭം, അപ്പം പരമാവധി ആൾക്കാരിലേക്ക് പരമാവധി പെട്ടെന്ന് പോകാനായിട്ട്. പിന്നെ അടുത്തത് വെൻഡാവോ എന്ന് പറയുന്നുണ്ട്. വെൻഡാവോ പ്രധാനമായിട്ടും B2Bയിലാണ് പ്രൈസിങ് പ്രോഫിറ്റ് അനലിറ്റിക്സിന് വേണ്ടിയിട്ടത് ചെയ്യുന്നത്. കോസ്റ്റ് പ്ലസ് പ്രൈസിങ് ചെയ്യാനായിട്ട്, ഡിസ്കൗണ്ട് കൺട്രോൾ ഒക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ മാർജിൻ ലീക്കേജ് വരാതിരിക്കാനൊക്കെ ആയിട്ട് നമുക്കിത് നന്നായിട്ട് ഉപയോഗിക്കാനായിട്ട് പറ്റിയ ഒരു ഏരിയയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് താല്പര്യമുള്ള ആൾക്കാർക്ക് കൂടുതൽ പഠിപ്പിക്കുകയും ചെയ്യാം നമ്മുടെ ഒരു പ്ലാറ്റ്ഫോമിൽ. പിന്നെ ഈ പ്രൈസ് എഫക്ട്സ്, അപ്പോൾ റിയൽ ടൈം പ്രൈസിങ് ഓപ്റ്റിമൈസേഷൻ, പ്രത്യേകമായിട്ട് ഈ കോസ്റ്റ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്ന, ഉച്ച കഴിഞ്ഞും വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഡിഫറൻറ്റ് കോസ്റ്റൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നിടത്ത് എൻ്റർപ്രൈസസ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ട് നമുക്കിത് ഉപയോഗിക്കാം. ഓക്കെ, അപ്പോൾ ടീമുകൾക്ക്, സെയിൽസ് ടീമുകൾക്ക് മൊത്തത്തിൽ അത് അപ്പോൾ തന്നെ വിവരങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കും. ഇനി പിന്നെ സില്യൻ്റ് എന്ന് പറഞ്ഞ സില്യൻ്റ് പ്രൈസ് ഓപ്റ്റിമൈസേഷന് വേണ്ടിയിട്ട് കോൺട്രിബ്യൂഷൻ മാർജിൻ. അപ്പോൾ അത് ഒരു കസ്റ്റമർ സെഗ്മെൻറ്റിലേക്ക് നമുക്ക് ഉപയോഗിക്കാനായിട്ട് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ലാർജ് ഡേറ്റ ആണെങ്കിലും നമുക്കത് കൃത്യമായിട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് പിന്നീട് വരുന്ന മറ്റുള്ള പല ഏരിയാസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഈ ലിമ സോഫ്റ്റ് എന്ന് പറഞ്ഞ
നമുക്കത് ഒരു സപ്ലൈ ചെയിൻ കോസ്റ്റ് മോഡലിംഗ് നമുക്കവിടെ സോഴ്സിലെ ചിലവ് ചൈനയിൽ നിന്നൊക്കെ ഇമ്പോർട്ടൊക്കെ ചെയ്യുന്ന ആൾക്കാർക്ക് ഇതൊരു സപ്ലൈ ചെയിൻ സിനാരിയോയ്ക്കകത്ത് അപ്പോൾ പിന്നെ കൃത്യമായിട്ടത് വർക്കൗട്ട് ചെയ്ത് നമുക്കത് പഠിച്ചെടുക്കാനായിട്ട് പറ്റും. പിന്നെ ബ്ലൂ യോണ്ടർ എന്ന് പറയുന്ന ഇതുണ്ട്. ബ്ലൂ യോണ്ടർ ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ് ആൻഡ് കോസ്റ്റ് ഓപ്റ്റിമൈസ് ചെയ്തുകൊണ്ട് ചെയ്യാനായിട്ട് ഇൻവെൻട്രി ഹോൾഡിങ് ചെയ്യണോ, പെട്ടെന്ന് അത് റിലീസ് ചെയ്യണോ, ഇപ്പം ഫ്രൂട്ട്സൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക്, ഇമ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് സപ്ലൈ ഡിമാൻഡ് ബാലൻസ് ചെയ്തുകൊണ്ട് വളരെ ക്വിക്കായിട്ട് ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരിതാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് കിനാക്സിസ് റാപ്പിഡ് റെസ്പോൺസസ് ഉണ്ട്. കിനാക്സിസ് വളരെ അപ്പോൾ ഇതിൻ്റെ ഒരു റിയൽ ടൈം സപ്ലൈ ചെയിൻ അനലറ്റിക്സ് നൽകിക്കൊണ്ട് ഒരു സിനാരിയോ ബേസ്ഡ് കോസ്റ്റ് സിമുലേഷൻസ് നടത്താനായിട്ട് സപ്ലൈ ചെയിൻ ഡിസ്റപ്ഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് തീരുമാനങ്ങൾ എടുക്കാനായിട്ട് വളരെ പെട്ടെന്ന് ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെയുള്ള നിങ്ങളുടെ ക്ലയൻറ്റിനെ ഇതിൽ ഓൺ ബോർഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓൺലൈൻ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരിതുണ്ട്. അപ്പോൾ അതിനകത്താണെങ്കിൽ നമുക്കൊരു ഇൻ്റഗ്രേറ്റഡ് ബിസിനസ് പ്ലാനിങ്ങും സപ്ലൈ ചെയിനും ഡിമാൻഡ് പ്ലാനിങ്ങും കോസ്റ്റ് പ്ലാനിങ്ങും ഇതെല്ലാം ഒരുമിച്ച് ഓൾ ഇൻ വൺ എന്ന് പറഞ്ഞാൽ എൻഡ് ടു എൻഡ് വിസിബിലിറ്റി നമുക്ക് നിയന്ത്രണം നടത്തിക്കൊണ്ട് പോകാനായിട്ട് പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ആൾട്ടറെക്സ് എന്ന് പറഞ്ഞതുണ്ട്. ആൾട്ടറെക്സ് ഡാറ്റ പ്രിപ്പറേഷൻ, പ്രഡിക്റ്റീവ് കോസ്റ്റിംഗ്, അപ്പോൾ കോസ്റ്റ് ഡ്രൈവ് അനാലിസിസ്, ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ABC, ഇതിനൊക്കെ നമുക്ക് എടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ കൃത്യമായി നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഒരു ഇതാണ്. അപ്പോൾ ഇത് ഞാൻ ഉപയോഗിച്ച ആൾക്കാരുമായിട്ട് സംസാരിച്ചില്ല. ഇനി സാസ് വിസ എന്ന് പറയുന്ന ഇതുണ്ട്. അപ്പോൾ സാസ് വിസ അഡ്വാൻസ്ഡ് അനലറ്റിക്സ് ആണ്. ഫോർകാസ്റ്റിംഗ് അതിനകത്തുണ്ട്. കോസ്റ്റ് ബിഹേവിയറൽ പാറ്റേൺ കൊണ്ട് നമുക്ക് അതിനകത്ത് റിസർച്ച് ചെയ്തെടുക്കാനായിട്ട് പറ്റും. മെഷീൻ ലേണിംഗ് എനേബിൾ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ പഠനം 2 വർഷം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഇതിൻ്റെ പഠനങ്ങളനുസരിച്ച് നമ്മുടെ സ്ഥാപനവും വളർന്ന് ഇതുമായിട്ട് ഇത് വരും. പിന്നെ IBMൻ്റെ പ്ലാനിംഗ് അനലറ്റിക്സ് ഉണ്ട്. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ ഗ്ലോബൽ സ്റ്റാൻഡേർഡ് ആയതുകൊണ്ട് പിന്നെ എൻ്റർപ്രൈസസ് ലെവൽ കോസ്റ്റ് മോഡൽ നമുക്ക് നൽകാനായിട്ട്, പ്രത്യേകിച്ച് വലിയ സ്ഥാപനങ്ങളാണെങ്കിൽ ഇത് പഠിച്ചിട്ടുള്ള ആൾക്കാർക്ക് ജോലി സാധ്യത മറ്റുള്ള രാജ്യങ്ങളിലും വളരെ കൂടുതലാണ്. കോസ്റ്റ് നമുക്ക് അറിയാനും അത് സിമുലേറ്റ് ചെയ്യാനും കോസ്റ്റ് സെൻസിറ്റീവായിട്ടുള്ള ബിസിനസ്സുകൾ നമുക്ക് നയിക്കാനായിട്ട് തോട്ട് സ്പോട്ട് എന്ന് പറയുന്നൊരു ഇതുണ്ട്. അപ്പോൾ തോട്ട് സ്പോട്ടിലൊരു സെർച്ച് ഡ്രിവൺ അനലറ്റിക്സ് ആണ്. അതിന് പ്രത്യേകതയുണ്ട്. അപ്പോൾ ഏത് ഭാഷയിൽ ചോദിച്ചാലും നമുക്ക് വേണ്ടുന്ന ഭാഷകൾ അത് തിരിച്ച് കിട്ടുമെന്നുള്ളത്. അപ്പം നമുക്ക് ഗ്ലോബൽ പ്ലേയേഴ്സിന് തീർച്ചയായിട്ടും വളരെ സഹായകമായിരിക്കും ഡിസിഷൻ മേക്ക് ചെയ്യാനായിട്ടൊക്കെയുള്ള ഇത്. അതുപോലെ തന്നെ UI പാത്ത് ഈ പറഞ്ഞതുപോലെ റോബോട്ടിക് പ്രോസസ് ഓട്ടോമേഷനാണിത്. കോസ്റ്റ് ഡാറ്റ അനലറ്റിക്കാണ് റിക്കൺസിലിയേഷൻ ചെയ്തുകൊണ്ട്. അപ്പോൾ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള ജോലികൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും വലിയ കമ്പനികൾക്ക് ERP എക്സലും ഒക്കെ ആയിട്ട് ഇത് ചേർന്ന് പ്രവർത്തിച്ചോളും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അതേപോലെ തന്നെ നമുക്ക് ഓട്ടോമേഷൻ എനിവെയർ എന്ന് പറയുന്ന AI. അപ്പോൾ അത് ഇൻവോയ്സ് പ്രോസസ്സിങ് മുതൽ കോസ്റ്റ് അലോക്കേഷൻ മുതൽ പിന്നെ അക്കൗണ്ടിൻ്റെ വർക്ക് ഫ്ലോ മുതൽ പിന്നെ അതുപോലെ തന്നെ AI ബോട്ട്സ് ഉപയോഗിച്ച് പ്രവർത്തിക്കാനും എല്ലാം നമുക്ക് പറ്റുന്നതാണ്. പിന്നെ ബ്ലൂ പ്രിസം ഈ പറഞ്ഞതുപോലെ പിന്നെ ഒരു എൻ്റർപ്രൈസസ് ഗ്രേഡ് ഓട്ടോമേഷനാണത്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ പ്രോസസ്സുകൾ ഓട്ടോമേഷൻ ചെയ്യാനായിട്ടത് വളരെ സുരക്ഷിതമായിട്ട് നമുക്ക് സഹായിക്കും. വിശ്വാസ്യതയോട് കൂടിയ ഒരു പ്ലാറ്റ്ഫോമാണ്. വലിയ സ്ഥാപനങ്ങൾക്കത് പ്രത്യേകമായിട്ടും അനുയോജ്യമാണ്. പിന്നെ വർക്ക് ഫ്യൂഷനകത്ത് ഇപ്പോൾ AI ബോട്ട്സ് ഉപയോഗിച്ച് അക്കൗണ്ടിങ് വർക്ക് ഫ്ലോസ് ഓട്ടോമേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഡാറ്റ പ്രോസസ്സിങ് ഡോക്യുമെൻ്റ് ഹാൻഡ്ലിങ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏറ്റവും നല്ലത് നമുക്ക് ഏറ്റവും ചെയ്യാനായിട്ട് പറ്റുന്നത് ഇപ്പം ഈ കുപ്പ എന്ന് പറഞ്ഞിട്ടുണ്ട്. കുപ്പ സ്പെൻഡ് മാനേജ്മെൻറ്റ് അപ്പം എന്നൊക്കെ പറഞ്ഞതുപോലുള്ള ഇതുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് പലത് ട്രൈ ചെയ്ത് നോക്കിയാൽ ഇതിൻ്റെ കൂടെ ജനറലി ഉള്ള ഇതും കൂടെ നമ്മൾ പഠിക്കുമ്പോഴാണ് ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചിട്ട് നമ്മുടെ ജോലിയാണ്. അപ്പം ചുരുക്കം പറയുകയാണെങ്കിൽ 80-90% നമുക്കിപ്പം AI ബേസ്ഡ് ആയിട്ട് കൊടുത്തുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള നമുക്ക് കോർ ഏരിയ മാത്രമായിട്ട് ചെയ്യാം. ഇപ്പോൾ ജെം സ്മാർട്ട് എന്ന് പറയുന്ന പ്രൊക്യൂർമെൻറ്റ് ആൻഡ് കോസ്റ്റ് അനലറ്റിക്സിൽ സപ്ലയർ കോസ്റ്റ് ഓപ്റ്റിമൈസേഷൻ, സോഴ്സിങ് എഫിഷ്യൻസിക്കൊക്കെ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൂവൺ ഇതാണ്. അപ്പോൾ ഇതിലേതാണോ നമുക്ക് പിന്നെ ഐവാലുവ ഒരു സ്ട്രാറ്റജിക് സോഴ്സിംഗ് ആണത് ഉപയോഗിക്കുന്നത്. മെറ്റീരിയൽ കോസ്റ്റ് നമുക്ക് കുറയ്ക്കാനായിട്ട് ഒരുപാട്. അപ്പോൾ ഈ സപ്ലയർ റിലേഷൻഷിപ്പ്
മെച്ചപ്പെടുത്താനായിട്ടും പ്രൊക്യൂർമെൻറ്റിൻ്റെ എഫിഷ്യൻസി നമുക്ക് സ്ട്രീം ലൈൻ ചെയ്ത് കൊണ്ടുവരാനൊക്കെ ആയിട്ട് സഹായിക്കുന്ന വളരെ നല്ലൊരിതാണ്. പിന്നെ ജാഗെയർ എന്ന് പറഞ്ഞത് ജാഗെയർ പ്രൊക്യൂർമെൻറ്റ് ഇൻ്റലിജൻസ് നൽകുക എന്നുള്ളതാണ്. അപ്പോൾ വെൻഡർ കോസ്റ്റിൻ്റെ ബെഞ്ച് മാർക്കിംഗ് നടത്താനായിട്ടും അപ്പോൾ സപ്ലയർ പെർഫോമൻസ് നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ ചിലവ് നിയന്ത്രിക്കാനൊക്കെ ആയിട്ട് പറ്റിയതാണ്. അപ്പോൾ ഇത് പിന്നെ ഈ ഒറക്കിൾ ഈ പ്രൈമവെറ എന്ന് പറഞ്ഞ് അതാണെങ്കിലും നമുക്ക് പ്രൈമവെറയുടെ ഇതിനകത്താണെങ്കിലും അത് വലിയ കമ്പനികൾക്കൊക്കെ ആണെങ്കിൽ കസ്റ്റമൈസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആക്ച്വൽ ചിലവുകൾ ട്രാക്ക് ചെയ്യാനായിട്ട്, പിന്നീട് ചില ചിലവുകൾ നമുക്ക് റിപ്പീറ്റ് ചെയ്യാതിരിക്കാനായിട്ട് അതിനെ പ്രോഗ്രാം ചെയ്യാനായിട്ട് ഒരു EFC കമ്പനികൾക്ക് ഇത് വളരെ നന്നായിട്ട് നമുക്ക് പ്രവർത്തിക്കാനായിട്ട് പറ്റുന്നൊരിതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പിന്നെ ഇത് ഏതൊക്കെ ഉണ്ട് നല്ലതെന്ന് പഠിച്ചിട്ട് മേ ബി മോർ ദാൻ എ ഡസൻ ഡിഫറെൻറ്റ് ഐറ്റംസ് ചേർത്ത് വെച്ചുകൊണ്ട് വർക്ക് ചെയ്യിക്കുവാണ് ഏറ്റവും ഹൈ എഫിഷ്യൻസി കിട്ടുന്നത്. ഡെൽടെക് ഈ പ്രോജക്റ്റ് ബേസ്ഡ് കോസ്റ്റിംഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനകത്തും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺസൾട്ടിങ് എൻജിനീയറിങ് സ്ഥാപനങ്ങൾക്കൊക്കെ വളരെ അനുയോജ്യമായിട്ടുള്ളൊരു പിന്നെ പ്രോജക്റ്റ് ലാഭമാക്കാനായിട്ട് റിസോഴ്സസ് ഓപ്റ്റിമൈസ് ചെയ്യാനായിട്ടൊക്കെ വളരെ സഹായിക്കുന്ന ഒരിതാണ്. അപ്പോൾ ഈ Monday.com AI ഉണ്ട്. അപ്പോൾ അതും ഈ പറഞ്ഞതുപോലെ Monday.com വർക്ക് ഫ്ലോ ഓട്ടോമേഷനാണ്. അപ്പോൾ കോസ്റ്റ് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും. വേറെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. ആക്ടിവിറ്റി ബേസ്ഡ് കോസ്റ്റിംഗ് ആണ് അതിനകത്ത് നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഞാൻ മുമ്പേ പറഞ്ഞ ഒരു കാര്യം, ഈ പല കമ്പനികളുടെ ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള പല കമ്പനികളുടെ പ്രൊഡക്റ്റിനെ ഈ ചേർത്ത് വെച്ചുകൊണ്ട് നമുക്കൊരു ഈക്കോ സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ട് വളരെ നല്ല രീതിയിൽ എടുത്ത് ചാടാനായിട്ട് പറ്റും. ClickUp AI ഉണ്ട്. അപ്പോൾ അത് പിന്നെ പ്രൊഡക്ടിവിറ്റി ആൻഡ് കോസ്റ്റ് ട്രാക്കിംഗ് എല്ലാം ബേസിക്കായിട്ട് വരുമ്പം ബേസിക് മോഡുകൾ എല്ലാത്തിനകത്തും ഉണ്ട്. പക്ഷേ ചിലതിനകത്ത് ചില ഏരിയ നമുക്ക് ഒഴിവാക്കാൻ വയ്യാത്ത, നിങ്ങളുടെ ഓരോരുത്തരുടെയും വർക്കിൻ്റെ നേച്ചർ അനുസരിച്ച് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഏരിയ ഉണ്ട്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പോൾ ഒരു കരീബ എന്നൊക്കെ പറഞ്ഞ കരീബ ക്യാഷ് ഫ്ലോ ഫോർകാസ്റ്റിംഗ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന GCCയിലൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ട് നമ്മുടെ പിന്നെ ഏരിയനെ ഇതിനെ ഒന്നിച്ച് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് വലിയ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് പറ്റും. ടെസോരിയ എന്ന് പറഞ്ഞൊരു ടെസോരിയ അക്കൗണ്ട് നമുക്ക് റിസീവബിൾസ് ഒക്കെ കിട്ടാൻ എന്തൊക്കെയുണ്ട്. അപ്പം പിന്നെ അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ എഫിഷ്യൻസി കറക്റ്റായിട്ടാണോ പോകുന്നത്. അപ്പോൾ ഇതൊക്കെ CFOമാർക്കും ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഫ്ലോട്ട് എന്നൊക്കെ പറഞ്ഞ പ്രോഡക്റ്റ് ഫ്ലോട്ട് ഉപയോഗിക്കുന്ന കുറേ പേരുണ്ട്. അത് വളരെ കോസ്റ്റ് കുറവാണ് ഉപയോഗിക്കാനായിട്ട്. ബഡ്ജറ്റിങ് സാമ്പത്തിക പദ്ധതികൾ തയ്യാറാക്കാൻ എന്നൊക്കെ ആയിട്ട്. അപ്പോൾ നമുക്ക് ഈ പലതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു ഇക്കോ സിസ്റ്റം ഉണ്ടാക്കി നിങ്ങളൊരു സൂപ്പർ എഫിഷ്യൻസിയിലേക്ക് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾക്കത് കഴിയും. ഫ്ലെക്സ് ERP ഉണ്ട്. അപ്പോൾ വളരെ ഫ്ലെക്സിബിളാണ്. അതിൻ്റെ ഫ്ലെക്സിബിളായിട്ടാണ് ഷോപ്പ് ഫ്ലോർ കോസ്റ്റ് ട്രാക്കിംഗ് ചെയ്യാവുന്ന രീതിയിലാണ്. പ്രൊഡക്ടിവിറ്റി എഫിഷ്യൻസിയൊക്കെ മെഷർ ചെയ്തുകൊണ്ട് പോകാവുന്ന. അപ്പോൾ ഇതിനകത്തൊരു ഇൻസൈറ്റ് പൂർണ്ണമായിട്ടും കിട്ടണമെങ്കിൽ ഇതിൽ നിങ്ങളിൽ പലരും ഇത് പഠിച്ചിട്ട് വന്ന് അഭിപ്രായം പറയുമ്പോഴാണ്. ഈ എപ്പിക്കോർ ERP വരുമ്പോഴത്തേക്കും അപ്പോൾ കോസ്റ്റിങ്ങും ഇൻവെൻ്ററി മാനേജ്മെൻറ്റിനകത്ത് അത് പിന്നെ അത് കുറച്ച് ഇൻസ്റ്റലേഷൻസാണ് ഇപ്പോൾ എൻ്റെ അറിവിൽ വന്നിട്ടുള്ളത്. അതിലിങ്ങനെ കുറേ പേര് ഇത് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക്, പക്ഷേ ചിലതൊക്കെ ഈ ഗ്ലോബലി ഭയങ്കര റെപ്യൂട്ടഡ് കമ്പനീസ് ഉണ്ടാക്കിയേക്കുന്നത് കൊണ്ട് തന്നെ അത് സക്സസ് ആകുമെന്ന് നമുക്ക് ഉറപ്പാണ്. അക്യുമാറ്റിക്ക SMEകൾക്കായിട്ട് രൂപകൽപ്പന ചെയ്തൊരു ERP സിസ്റ്റങ്ങളാണ്. അതിൻ്റെ കോസ്റ്റിംഗ്, ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ്, അപ്പോൾ ഫ്ലെക്സിബിളായിട്ടുള്ള സ്കെയിൽ അത് കൊണ്ടുപോകാനായിട്ട് പറ്റും. അപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഇതിനകത്ത് കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് പിന്നെ ഒരു വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ചപ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങൾ സൂമിൽ ചർച്ച ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ ഒരു പ്രൊഫഷണൽ ഫ്രട്ടേണിറ്റിയിലുള്ള ആൾക്കാർക്കും കൂടി ഇതൊന്ന് റെഫർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെ എണ്ണം പൊതുവെ കുറവാണല്ലോ. അപ്പം ഉള്ള ആൾക്കാരെ വെച്ചൊരു കോഴ്സ് നടത്താനായിട്ട് ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഒരു സ്ട്രോങ് സപ്പോർട്ടൂടെ ആവശ്യമാണ്. നമുക്കിത് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. AI യുഗത്തിലൊരു വലിയ മാറ്റം വരുത്താനായിട്ട് നിങ്ങൾക്കും ഏവർക്കും കഴിയട്ടെ. ഓൾ ദ ബെസ്റ്റ്.